നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജോസ് മോൻ എന്ന പിതാവ്, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരൻ, ഇവരെല്ലാവരും കൂടെ ചേർന്ന് 28 വയസ്സുകാരിയായ മകളെ കൊല്ലുകയാണ്. അച്ഛൻ കഴുത്ത് നെരിച്ചു കൊന്നപ്പോൾ തടുക്കാതിരിക്കാൻ സ്വന്തം അമ്മ, പെറ്റ അമ്മ ആ മകളുടെ കൈ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളതാണ്. രാത്രിയൊക്കെ തന്നെ ഈ മൃതശരീരത്തിന് കാവലിരുന്ന അച്ഛനും അമ്മയും ഏറ്റവും അടുത്ത ബന്ധുവും ഒക്കെ തന്നെ പോലീസിനോട് ഒരു വിവരവും അറിയിച്ചില്ല. അതുകൊണ്ട് തന്നെ ആദ്യം അച്ഛൻ, പിന്നാലെ അമ്മ, പിന്നാലെ ബന്ധുവിനെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ജോസ് മോൻ മകളെ കഴുത്ത് തിരിച്ചു കൊന്നെന്ന് അറിഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഓമനപ്പുഴ ഗ്രാമം വലിയ ഞെട്ടലിലാണ്. കാരണം പൊതുവെ ശാന്തനായി നാട്ടുകാർക്ക് മുന്നിൽ പരോപകാരിയായ ജോസ് മോന് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നാണ് നാട്ടുകാർ ചോദിച്ചത്. ജോസ് മോനെ കുറിച്ച് നാട്ടുകാർക്ക് നല്ല മതിപ്പായിരുന്നു. പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാക്കുന്ന ആളല്ല ജോസ് മോൻ. അത്യാവശ്യം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. എന്നിട്ടും 28 വയസ്സുകാരിയായ മകളെ കഴുത്തു തിരിച്ചു കൊല്ലാനും മാത്രം ആ അച്ഛന് എങ്ങനെ ധൈര്യം വന്നു? സഹികെട്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നാണ് ജോസ് മോൻ ഇപ്പോൾ പോലീസിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞ് പറഞ്ഞിരിക്കുന്നത്. വീട്ടിലെല്ലാവരെയും നിരന്തരം ഉപദ്രവിക്കും, എപ്പോഴും വഴക്ക് പറഞ്ഞാൽ അനുസരിക്കുമില്ല, വീട്ടിൽ എല്ലാവരും ഉപദ്രവിക്കുന്നു, കൂട്ടത്തിൽ ഏറ്റവും വയസ്സായ എന്റെ പിതാവിനെ അവൾ മൃഗീയമായി ഉപദ്രവിച്ചിരുന്നു, അത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല, അതുകൊണ്ട് സഹികെട്ട് ചെയ്തു പോയതാണ് സാറേ എന്നായിരുന്നു ആ അച്ഛൻ പോലീസിന് മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്. അതേസമയം ഏഞ്ചൽ സ്ഥിരമായി രാത്രി ഒറ്റയ്ക്ക് പുറത്തു പോകുന്നതിനെ ചൊല്ലി ഇതിനു മുൻപും വീട്ടിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. നാട്ടുകാരിൽ ചിലർ ഏഞ്ചലിന്റെ രാത്രി യാത്ര ശരിയല്ല എന്ന മട്ടിൽ ഫ്രാൻസിസിനോട് പറയുകയും ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം. ചൊവ്വാഴ്ച രാത്രി പുറത്തുപോയി വന്ന ഏഞ്ചലിനെ ഫ്രാൻസിസ് ശകാരിച്ചു. അതായത് ഫ്രാൻസിസ് എന്ന പിതാവിന് ജോസ് മോൻ എന്ന വിളിപ്പേര് കൂടി ഉണ്ട്. എന്തായാലും ഈ ഒരു ശകാരമാണ് വാക്ക് തർക്കത്തിലേക്കും കയ്യാങ്കളിയിലേക്കും ഒക്കെ തന്നെ എത്തിയത്. വഴക്കിനിടെ ഫ്രാൻസിസ് ഏഞ്ചലിന്റെ കഴുത്തിൽ ഞെരിച്ചു, തുടർന്ന് തോർത്തിട്ട് മുറുക്കി. ഫ്രാൻസിസ് എന്ന ജോസ് മോന്റെയും കുടുംബത്തിന്റെയും പശ്ചാത്തലം മനസ്സിലാക്കിയ പോലീസ് ആദ്യം സംശയിച്ചത് ഏഞ്ചലിന്റേത് ആത്മഹത്യയാണെന്നാണ്. അച്ഛനും അമ്മയും മകളും അച്ഛന്റെ മാതാപിതാക്കളും മാത്രമാണ് സംഭവ സമയം വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്നത്. ആത്മഹത്യ ചെയ്ത മകളുടെ മൃതദേഹം നാണക്കേട് ഭയന്ന് കുടുംബാംഗങ്ങൾ സാധാരണ മരണമായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണെന്നാണ് പോലീസ് ആദ്യം കരുതിയത്. പരിശോധനയിൽ കണ്ടെത്തിയ കഴുത്തിലെ മുറിവാണ് കൊലപാതകമാണ് എന്ന് സംശയിക്കാൻ കാരണം. ആരോടും ദേഷ്യപ്പെടുക പോലും ചെയ്യാത്ത ഫ്രാൻസിസ് എങ്ങനെ സ്വന്തം മകളെ കൊലപ്പെടുത്തുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. പകൽ സമയത്ത് ഓട്ടോറിക്ഷ ഓടിച്ചും രാത്രി സെക്യൂരിറ്റി ജോലി ചെയ്തും ഇതിനിടയിലെ ഒഴിവ് സമയങ്ങളിൽ ബോട്ടുകളിൽ സഹായിയായി പോയുമൊക്കെയാണ് ഫ്രാൻസിസ് ഈ കുടുംബത്തെ പുലർത്തിയിരുന്നത്. ഏഞ്ചൽ ഭർത്താവുമായി പിണങ്ങി വീട്ടിൽ കഴിയുന്നത് സംബന്ധിച്ച തർക്കങ്ങളും രാത്രി യാത്രയുമാണ് കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ജാസ്മിന്റെ കൊലപാതക വാർത്ത അറിഞ്ഞപ്പോൾ ആരും ആദ്യം വിശ്വസിച്ചില്ല. കാരണം ആ വീട്ടിൽ നിന്ന് അത്തരമൊരു സംഭവം പ്രതീക്ഷിച്ചതേയല്ല. ജാസ്മിനും ചിരിച്ചുകൊണ്ട് ചുറുചുറുപ്പോടുകൂടിയാണ് നാട്ടുകാരോടും ഇടപഴകാറുള്ളത്. പക്ഷേ ഭർത്താവിന്റെ വീട്ടിൽ വഴക്കിട്ട് സ്വന്തം വീട്ടിലെത്തിയ ജാസ്മിൻ അവരോടും എന്നും വഴക്കുകൂടിയിരുന്നു. അമ്മയുടെ കൺമുന്നിൽ വെച്ച് 28 വയസ്സുകാരിയെ അച്ഛൻ തോർത്തുപയോഗിച്ച് കഴുത്തുനെരിച്ച് കൊലപ്പെടുത്തിയപ്പോൾ അമ്മയാണ് ആ മകളുടെ കൈ പിടിച്ചുകൊടുത്തത്. മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് 15-ാം വാർഡ് ഓമനപ്പുഴ കുടിയാശ്ശേരി ഏഞ്ചൽ ജാസ്മിനാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ പിതാവ് ജോസ് മോനെ മണാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അമ്മ ജെസിക്ക് കൃത്യത്തിൽ പങ്കുണ്ടെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ചൊവ്വാഴ്ച രാത്രി 11 മണിയോടുകൂടിയാണ് വീട്ടിൽ വെച്ച് കൊലപാതകം നടന്നത് എന്നാണ് പറയുന്നത്. കൊലപാതക സമയത്ത് താനും ഒപ്പം ഉണ്ടായിരുന്നതായി ഏഞ്ചലിന്റെ അമ്മ ജെസിയും ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെയും കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. കഴുത്തിലെ 2 രക്തക്കുഴലുകൾ പൊട്ടിയാണ് മരണം സംഭവിച്ചിട്ടുള്ളതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ബുധനാഴ്ച രാവിലെ മകൾ മരിച്ചു കിടക്കുന്നതായി ജോസ് മോനും ഭാര്യയും അയൽവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞെത്തിയ പഞ്ചായത്ത് അംഗം PJ ഇമാനുവൽ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തിയാണ് മൃതദേഹം ഈ ചെട്ടിക്കാട് ആശുപത്രിയിലേക്ക് മാറ്റിയത്. 3 വർഷം മുമ്പ് വിവാഹിതയായ ഏഞ്ചൽ ജാസ്മിൻ ഭർത്താവുമായി വഴക്കിട്ട് 5 മാസമായി സ്വന്തം വീട്ടിലായിരുന്നു. ഇവിടെ വന്ന ശേഷം അച്ഛനും അമ്മയും മറ്റു കുടുംബാംഗങ്ങളുമായി വഴക്കിടുന്നത് പതിവായിരുന്നു. ജോസ് മോൻ തടഞ്ഞെങ്കിലും ചൊവ്വാഴ്ച രാത്രി സ്കൂട്ടർ എടുത്ത് ഏഞ്ചൽ പുറത്തുപോയി. പക്ഷേ തിരിച്ചു വന്നപ്പോൾ എങ്ങോട്ടാണ് പോയത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ഞാൻ പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ്, എനിക്ക് എന്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തിയുണ്ട്, അതിനുള്ള പ്രായവുമായിട്ടുണ്ട്, അനാവശ്യമായി എന്റെ കാര്യങ്ങളിൽ കയറി ഇടപെടരുത്, അതിന് അച്ഛനായ
മകളായാലും ശരി, അമ്മയായാലും ശരി, ഞാൻ അതിന് സഹിക്കില്ല, ഞാൻ അതിന് ഉത്തരം പറയാൻ നിൽക്കില്ല എന്നൊരു മട്ടായിരുന്നു ഈ ഏഞ്ചൽ മോൾക്ക് അല്ലെങ്കിൽ ഏഞ്ചൽ ജാസ്മിനെ എപ്പോഴും ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഈ ഏഞ്ചലിനെ പോലെ തന്നെ പല പെൺകുട്ടികളും പല ആൺകുട്ടികളും നമ്മുടെ സമൂഹത്തിലുണ്ട്. സത്യത്തിൽ അവരുടെയൊക്കെ തന്നെ സ്വന്തം മക്കളായതുകൊണ്ട് ഒന്ന് കൈവയ്ക്കാൻ പോലും മടിക്കുന്ന അച്ഛനമ്മമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. സത്യത്തിൽ അവരുടെ ഈ സ്വഭാവത്തെക്കുറിച്ച് പുറം ലോകത്ത് പറഞ്ഞാൽ നാണക്കേടാണ് എന്ന് ഓർത്ത് മിണ്ടാതെ ഉരിയാടാതെ നിൽക്കുന്ന അച്ഛനമ്മമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. മാത്രമല്ല ഇന്നും ഒരു മുറിക്കകത്ത് അല്ലെങ്കിൽ ഒരു വീടിനകത്ത് മക്കളുടെ അടി കൊണ്ട് ജീവിക്കുന്ന അച്ഛനമ്മമാർ നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് പറയുന്നതിൽ സത്യമല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഇല്ല. കാരണം 28, 23, 24, 25 ഒക്കെ വയസ്സ് പ്രായമുള്ള മക്കളുടെ കയ്യിൽ നിന്നും അടി വാങ്ങുന്ന ചില അച്ഛനമ്മമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് അവരുടെ ഗതികേടായി മാറിയിരിക്കുന്ന കാലമുണ്ട്. പക്ഷെ ഈ ഗതികേടിനൊക്കെ തന്നെ മറികടന്നുകൊണ്ട് എന്തുകൊണ്ട് ഇദ്ദേഹം ഇവിടെ വന്നു ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞ ഒരു ഉത്തരം ഇങ്ങനെയാണ്: ഗതികെട്ടുകൊണ്ടാണ് സാറേ എന്നുള്ളത്. ആ ഗതികേടിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അച്ഛനെ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കട്ടിലിൽ കിടക്കുന്ന രോഗശയിൽ കിടക്കുന്ന അച്ഛനെ ഇവർ മർദ്ദിച്ചു, ഈ മകൾ മർദ്ദിച്ചു. അത് കണ്ടു നിൽക്കാൻ സഹിച്ചില്ല, കണ്ടു നിൽക്കാൻ പറ്റിയില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കൊലപാതകത്തെയും ന്യായീകരിക്കുന്നതല്ല, പക്ഷെ ഇത്തരം കൊലപാതകത്തിലേക്ക് സ്വന്തം അച്ഛനെയും അമ്മയും എത്തിക്കുന്നത് ഇവിടുത്തെ മക്കൾ തന്നെയാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. മാത്രമല്ല ദുരഭിമാന കൊലയാണോ എന്നടക്കമുള്ള ചോദ്യവും ഒക്കെ തന്നെ ഉയർന്നിരുന്നു. പക്ഷേ ഇതൊരു ദുരഭിമാന കൊലയല്ല, മറിച്ച് ഗതികെട്ട് സഹികെട്ട് ഒരു അച്ഛനും അമ്മയും ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണെന്ന് പറയുന്നത്. ഒരു അച്ഛനും അമ്മയും ഒരിക്കലും ഒരു മക്കളെയും ഇങ്ങനെ ചെയ്യാൻ കഴിയുകയില്ല. ഒന്നുകിൽ അവർ മാനസികമായി താളം തെറ്റിയിരിക്കണം, അല്ലെങ്കിൽ അവർ ആ മക്കളെ കൊന്നിട്ട് മറ്റേതെങ്കിലും സുഖജീവിതം നോക്കി മറ്റാരോടൊപ്പം പോകാനായിട്ടായിരിക്കണം ചെയ്യണം. കാരണം അത്തരം ഒരു ക്രൈം നമ്മൾ നോക്കുകയാണെങ്കിൽ മക്കളെ കൊന്നിട്ടുള്ള അല്ലെങ്കിൽ മക്കളെ ഇല്ലാതാക്കിയിട്ടുള്ള അമ്മമാരുടെ ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സ്വന്തം കാമുകനോടൊപ്പം ജീവിക്കുവാനോ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനെ ഒഴിവാക്കി വിദേശത്ത് ജോലി ചെയ്യാൻ പോകുവാനോ ഒക്കെയുള്ള അമ്മമാരുടെ ഒരു ഹിസ്റ്ററി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇവിടുത്തെ സംഭവം അങ്ങനെയല്ല. മക്കളെ കൊണ്ട് അല്ലെങ്കിൽ മകളെ കൊണ്ട് പൊറുതിമുട്ടി ചെയ്തു പോയതാണ് ഇവിടുത്തെ സംഭവ വികാസം. കഴിഞ്ഞ കുറെ നാളുകളായി ശുദ്ധനായ ഈ അച്ഛനും അമ്മയും ആ കുടുംബത്തിന് അനുഭവിച്ച ദുഃഖങ്ങളുടെയും ദുരിതത്തിന്റെയും ഒരു പൊട്ടിത്തെറിയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി അവിടെ സംഭവിച്ചതെന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ചെട്ടിക്കാട് സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഇൻക്വസ്റ്റ് നടപടി നടത്തിയപ്പോൾ ഏഞ്ചലിന്റെ കഴുത്തിലെ പാട് കണ്ടാണ് അസ്വാഭാവികത തോന്നിയത്. പോലീസ് ജോസ്മോനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. ഇൻസ്പെക്ടർ ഡോൾസൺ പി ജോസഫിന്റെ ചോദ്യം ചെയ്യലിനിടയിലാണ് അയാൾ കുറ്റം സമ്മതം നടത്തിയത്. കഴിഞ്ഞ ദിവസം തന്റെ അച്ഛൻ സേവ്യറിനെ ഏഞ്ചൽ മർദ്ദിച്ചതായാണ് ജോസ്മോൻ മൊഴി നൽകിയത്. ബുധനാഴ്ച രാത്രി വീട്ടിലെത്തിയ പോലീസ് എല്ലാവരെയും ചോദ്യം ചെയ്ത ശേഷം വീട് പൂട്ടി സീൽ ചെയ്തു. സംഭവ സമയത്ത് ഫ്രാൻസിസിന്റെ ഭാര്യ ജെസിയും പിതാവ് സേവ്യറും മാതാവ് സൂസിയും വീട്ടിലുണ്ടായിരുന്നു. കൊലപാതക ശേഷം ഇവർ 4 പേരും അതേ വീട്ടിൽ തന്നെ കഴിഞ്ഞു. ഇന്നലെ പുലർച്ചെ 6ഓടെ വീട്ടുകാരുടെ കരച്ചിൽ കേട്ടാണ് അയൽവാസികൾ മരണവിവരം അറിയുന്നത്. മകളെ വിളിച്ചിട്ട് ഉണരുന്നില്ല എന്നും എന്ത് സംഭവിച്ചു എന്ന് അറിയില്ലെന്നുമാണ് കുടുംബം ബന്ധുക്കളെയും അയൽവാസികളെയും അറിയിച്ചത്. ഏഞ്ചൽ മരിച്ചുവെന്ന് ഉറപ്പായതോടുകൂടി ഭയപ്പെട്ട കുടുംബം രാവിലെ വരെ വീട്ടിനുള്ളിൽ തന്നെ ഇരുന്നു. പുലർച്ചെ 6 മണിയോടുകൂടി ഏഞ്ചലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് നാട്ടുകാരോടും അയൽവക്കക്കാരോടും ഇവരെല്ലാവരും പറഞ്ഞത്. ഇന്ന് രാത്രി മണ്ണാഞ്ചേരി പോലീസ് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. ആലപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യനായി ഏഞ്ചൽ ഭർത്താവുമായി പിണങ്ങി കഴിയുകയായിരുന്നു. 6 മാസമായി സ്വന്തം വീട്ടിലാണ് കഴിയുന്നത്. രാത്രി സ്കൂട്ടറുമായി പുറത്തു പോകാനുള്ള ഏഞ്ചൽ ചൊവ്വാഴ്ച രാത്രി 9-ന് പുറത്തുപോയി 10:00-ഓടുകൂടിയാണ് തിരിച്ചെത്തിയത്. പിടിവലിക്കിടെ ഏഞ്ചലിന്റെ കഴുത്തിനും ഈ കുത്തിപ്പിടിക്കുകയും തോർത്തുപയോഗിച്ച് മുറുക്കി കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നാണ് ഫ്രാൻസിസ് പോലീസ് നൽകിയ വിവരം. പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തിയപ്പോൾ കട്ടിൽ കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. തുടർന്ന് ചെട്ടിക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സത്യത്തിൽ ഒരു കൊലപാതകവും നന്നല്ല, ഒരു കൊലപാതകത്തെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അച്ഛനമ്മമാരെ കൊണ്ട് കടുങ്കൈ ചെയ്യിപ്പിക്കാതിരിക്കാൻ പരമാവധി മക്കളും കൂടി ശ്രമിക്കണമെന്നുള്ള യാചനയാണ് ഈ അച്ഛൻ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്.